വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12, 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. നിയമജ്ഞരെ വിമർശിക്കുന്നു. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു: നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രസ്ഥാനങ്ങളും അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. യേശുവിന്റെ വിമർശനത്തിന് വിധേയരാകുന്നവർ. വിമർശനങ്ങൾ മനുഷ്യരെ അലോസരപ്പെടുത്തുക എന്നത് സാധാരണമാണ്. എന്നാൽ വിമർശനത്തിന് വിധേയരാകുന്ന വ്യക്തികളുടെ ധാർമ്മിക നിലപാടിനനുസരിച്ച് വിമർശനങ്ങളെ അഭിമുഖീകരിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണും. സമൂഹത്തിലെ നിയമപാലനത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് അവകാശപ്പെടുന്നവർ അവരെ വിമർശിക്കുമ്പോൾ ഭവിഷ്യത്തുകള് പലതും അനുഭവിക്കാൻ തയ്യാറാകേണ്ടി വരും എന്നുള്ളത് സഹജമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഉണ്ടാകാനിട വരാവുന്ന അക്ഷന്തികമായ പല ഭവിഷ്യത്തുകളെ പറ്റിയും വ്യക്തമായ ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം യേശു അന്നത്തെ സമൂഹത്തിലുള്ള നിയമപാലകരായിട്ടുള്ള നിയമജ്ഞരെ വിമർശിക്കുന്നതായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശ വിഷയം നാം ചിന്തിക്കാനിടവരുന്നത്. അവരെ വിമർശിക്കാൻ ഇടവന്നത് അവര് ജീവിതത്തിൽ നിയമപാലനത്തിന്റെ ചുമതല അവകാശപ്പെടുമ്പോൾ തന്നെ ആ നിയമപാലനം അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. അവരുടെ വാക്കും ചെയ്തികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പല നല്ല കാര്യങ്ങളും അവർ സമൂഹത്തിൽ പറയുന്നു എന്ന് വരികിലും ആ പറയുന്ന കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിന്റെ ചെയ്തികളായി തീരുന്നില്ല എന്നല്ല, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവരായിട്ട് അവർ തീരുന്നു. അവര് സ്വാർത്ഥമതികളും തൻകാര്യം നോക്കുന്നവരും മാത്രമായിട്ട് തീരുന്നു. അങ്ങനെ വരുന്ന സ്ഥിതിവിശേഷത്തിലാണ് യേശു അവരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ തയ്യാറാകുന്നത്. അവകാശപ്പെടുന്ന ഇതെന്തോ ആയിത്തീരാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം വ്യക്തികളിൽ നിന്ന് യേശു പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ വിധിയാളിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കാൻ തയ്യാറാകേണ്ടി വരും എന്നുള്ളതാണ് യേശുവിന്റെ നിലപാട്. അതുകൊണ്ടും കൂടിയാണ് യേശു വളരെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ ഇടവരും എന്ന് കണ്ടുകൊണ്ട് തന്നെ ധീരോദാത്തമായ നിലപാട് എടുത്തുകൊണ്ട് സമൂഹത്തിൽ നീതി പുലർത്തേണ്ട ആളുകള് അനീതി പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടപ്പോ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായത്. ഇത് യേശുവിന്റെ ധാർമ്മിക അടിത്തറയുടെ ശക്തിയാണ്. ആ ശക്തിയില്ലാത്തവർക്ക് ഈ തരത്തിൽ പരസ്യമായിട്ട് വിമർശിക്കുക സാധ്യമല്ല. ഇതിലെ സുവിശേഷത്തിന്റെ സുവിശേഷാത്മകത്വം അടങ്ങിയിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ആരൊക്കെ ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ വിശ്വാസവും നമ്മുടെ വാക്കുകളും നമ്മൾ അവകാശപ്പെടുന്ന യാഥാർത്ഥ്യങ്ങള് ജീവിതത്തിൽ ആയിത്തീരാൻ വേണ്ടി നമ്മൾ കഴിയുന്ന വിധത്തിൽ ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടിയുള്ള പരിശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടത്.